Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു ജ്യൂസ് നമുക്ക് ഇഫ്താറിനും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ജസ്റ്റ് റീലിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി കിട്ടിയാൽ എങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കസ്റ്റേർഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് 1/2 ലിറ്റർ പാലിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് പാലെടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസിന് ആവശ്യമായ 1/2 ലിറ്റർ പാലും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുറുക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിക്കായിട്ട് അടിയിലൊക്കെ പിടിക്കും. അപ്പം കസ്റ്റേർഡ് അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അപ്പോൾ നമുക്ക് കരിയാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പിന്നെ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം വാനില എസൻസ് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് ചൂടായി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് തിക്കാവണ്ട, അത്രയും തിക്കായാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 3 ക്യാരറ്റ് അതുപോലെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കേകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പം നമുക്ക് വേറെ പാത്രത്തിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിസിലിന് തന്നെ വെന്ത് കിട്ടും. അപ്പം വൃത്തിയാക്കിയെടുത്ത 3 ക്യാരറ്റും ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ആവണ്ട കേട്ടോ. കുക്കറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫില്ലായി നിൽക്കുന്ന രീതിയിൽ മതി. അപ്പം വേറെ ഒന്നും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കി എൻ്റെ പ്രഷറൊക്കെ താനേ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി വരണം. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ കട്ടാവണില്ലെങ്കിൽ ഒന്നും കൂടെ ഒരു വിസിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏലക്കായ്ക്ക് പകരമായിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് കസ്റ്റേർഡ് ഉണ്ടാക്കിയല്ലോ, അപ്പം ആ കസ്റ്റേർഡ് മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാ ക്യാരറ്റും ഏലക്കായും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് ചേർത്ത് കൊടുത്താൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് അതുപോലെ ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യുക. എന്തായാലും നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ടും പിസ്തയും ബദാമും കൂടെ മൂന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കാഷ്യൂനട്ട് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഈ ഒരു ചാനലിൽ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്